അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മക്കാന സ്മൂത്തിയാണ്. മക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമര വിത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അരക്കപ്പ് അളവിൽ മക്കാന എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മക്കാന നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഫൈബറും പ്രോട്ടീൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവർക്കൊക്കെ തന്നെ അതൊന്ന് കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതേ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു മക്കാന നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കില്ല. ആ ഒരു ഒട്ടിയിരിക്കുന്ന ഒരു പരുവായിരിക്കും നമുക്ക് കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്, അതായത് ഈന്തപ്പഴം. അപ്പോൾ 2 ഈന്തപ്പഴമാണ് ഇനി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ അതും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. ലോ ഫാറ്റ് ആയിട്ടുള്ള പാലെടുത്താൽ മതി. ഇതേ നല്ല രീതിക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യാൻ പോകുമ്പോൾ ഒരു 2-3 മക്കാന ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. കൊളസ്ട്രോളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു മക്കാന നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കണേ.